ബന്ദിപ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ഒരാൾ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. സെൽഫി എടുക്കാനുള്ള ശ്രമത്തിന് ഇടയിൽ ആനയുടെ ആക്രമണത്തിൽ പെടുകയായിരുന്നു. ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്ത് പിഴയിട്ടിരിക്കുകയാണ്. നഞ്ചങ്കോട് സ്വദേശി ബസവരാജിന് ആണ് ഇപ്പോൾ 25,000 രൂപ പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാട്ടാന ബസവരാജിനെ ആക്രമിച്ചത്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നു. നമ്മളെ ഞെട്ടിച്ച സംഭവമാണ്. കാട്ടാനയാണ്. ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് പോയി നിന്നാണ് സെൽഫി എടുത്തത്. അതിനിടയിലാണ് കാട്ടാന ഓടിയെത്തുകയും ആക്രമിക്കുകയും ചെയ്ത് തലനാരിഴയ്ക്കാണ് ജീവൻ രക്ഷപ്പെട്ടത്. जो भागो जान കെ വി ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് കാട്ടിലൊക്കെ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആനയാണ് എന്ന് വനപാലകർ ഉൾപ്പെടെ പറയാറുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും സ്വഭാവമാറാം, ആക്രമണം ഉണ്ടാക്കാം. അവിടെയാണ് സെൽഫി എടുക്കാനായി അടുത്തേക്ക് പോയത്. ഇപ്പോൾ പിഴയുൾപ്പെടെ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാകുന്നത്? രതീഷ്, ആദ്യം ഈ അപകടത്തിൽപ്പെട്ട യുവാവ് മലയാളിയാണ് എന്നുള്ള സംശയം അല്ലെങ്കിൽ പ്രചാരണം ഉണ്ടായിരുന്നു. ഏതായാലും ഇത് നഞ്ചങ്കോട് സ്വദേശി ബസവരാജ് ആണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അവിടെ സമീപത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി ഇയാൾ മടങ്ങുകയായിരുന്നു. ഈ സമയത്താണ് ഇങ്ങനെ വഴിയരികിൽ ആനയെ കണ്ടത്. ആനയെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സെൽഫി എടുക്കാൻ തോന്നി. അങ്ങനെയാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതെന്ന് ഇയാൾ ഫോറസ്റ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും വനമേഖലയിൽ അതിക്രമിച്ച് കയറിയതിനും അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തിയിലുമൊക്കെ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 25,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് ഇയാളുടെ ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. അതിൽ ഇയാൾ പറയുന്നുണ്ട് ഇനി ആരും ഇത്തരം പ്രവർത്തികൾ ചെയ്യരുത് എന്നൊക്കെ ഇയാൾ പറയുകയുണ്ട്. ഏതായാലും വലിയ തോതിൽ ഈ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വനം വകുപ്പ് കേസെടുക്കുകയും അതുപോലെ തന്നെ പിഴ ശിക്ഷ വിധിക്കുകയും ചെയ്തത്.